NSS വിഷയം വഷളാക്കിയത് ചില മാധ്യമങ്ങളെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഫ്ലെക്സുകൾക്ക് പിന്നിലും ചില ചാനലുകളുടെ പങ്കുണ്ട്. നല്ലതിനെ എന്നും NSS അംഗീകരിക്കും. അതുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിൽ NSS പങ്കെടുത്തതെന്നും എന്നാൽ ഈ വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. പെരുന്നയിലെ വിജയദശമി ദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു സുകുമാരൻ നായരുടെ പരാമർശം. സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ, വിമർശനങ്ങൾ ഒരുപാട് കേട്ടു സുകുമാരൻ നായർ, പക്ഷേ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. അത് ശരിയുടെ നിലപാട് എന്നതുകൂടി ആവർത്തിക്കുന്നുണ്ട് അദ്ദേഹം, അല്ലേ? തീർച്ചയായിട്ടും അസിത, NSSന്റെ നേതൃത്വത്തിൽ വിജയദശമി ദിനാഘോഷ പരിപാടി പെരുന്നയിൽ NSS ആസ്ഥാനത്ത് സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ നടന്ന പ്രസംഗത്തിലാണ് സംഘടനയുടെ നിലപാട് സമുദായാംഗങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രസംഗം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നടത്തിയത്. ദൃശ്യമാധ്യമങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയായിരുന്നു പ്രസംഗം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഈ പ്രസംഗത്തിലാണ് അദ്ദേഹം NSS വിഷയം വഷളാക്കിയത് ചാനലുകളാണ് എന്ന് സുകുമാരൻ നായർ തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിനെതിരെ ചില ഇടങ്ങളിൽ, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ ഫ്ലക്സ് ബോർഡുകൾക്ക് പിന്നിൽ ചില ചാനലുകളുണ്ട്, തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഈ പെരുന്നയിലെ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനം സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനൊപ്പം ചേർന്ന് നിൽക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. അത് സർക്കാർ നൽകിയ വാഗ്ദാനവും ഒപ്പം തന്നെ സർക്കാർ വിശ്വാസവും ഒപ്പം തന്നെ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് NSS ശരിദൂര നിലപാട് സ്വീകരിച്ചത് എന്നും NSSന് നിലവിൽ രാഷ്ട്രീയ നിലപാടുകളിൽ സമദൂര നിലപാട് തന്നെയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അടിത്തറയുള്ള സംഘടന മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സുകുമാരൻ നായരുടെ മാറിൽ ഇപ്പോൾ ചിലർ നൃത്തമാടുകയാണ്. അതുപോലെ കേരളത്തിലെ നായന്മാരുടെ മാറത്ത് നൃത്തമാടാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. ആചാരത്തിനും അനുഷ്ഠാനത്തിനും പോറലേൽപ്പിക്കുന്ന രീതിയിൽ ഗവൺമെന്റ് വന്നപ്പോഴാണ് NSS ശബ്ദമുയർത്തിയത്. എന്നാൽ ഇപ്പോൾ വിശ്വാസികളെ സംരക്ഷിക്കുകയും ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നും സുകുമാരൻ നായർ യോഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ ബോർഡ് സംരക്ഷിച്ചു വരുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ശബരിമലയിൽ വികസനം കൂടി വേണം. അതുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിൽ NSS പ്രതിനിധി പങ്കെടുത്തത്. അത്തരം കാര്യങ്ങളാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ചയായത് എന്നും എന്നാൽ ഈ വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനാണ് ചിലർ ശ്രമം നടത്തുന്നതെന്നും ഇതിന് പിന്നിൽ ചില ആളുകളുടെ പിന്തുണയുണ്ട് എന്നും സുകുമാരൻ നായർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സനോജിൽ ഏറ്റവും പ്രധാനം NSS ഒരു നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ സുകുമാരൻ നായരെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ ഫ്ലെക്സ് ബോർഡുകളുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നത്. അപ്പോൾ അത് പൂർണ്ണമായും മാധ്യമങ്ങളുടെ ഉൾപ്പെടെ സൃഷ്ടിയായിരുന്നു എന്ന് സുകുമാരൻ നായർ പറയുന്നതിൽ കൂടി മറ്റൊരു രാഷ്ട്രീയമുണ്ട്, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്നതാണോ അദ്ദേഹം പറയുന്നത്? തീർച്ചയായിട്ടും ഈ ചാനലുകളിൽ, ചില ചാനലുകളിലാണ് ഈ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായ തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടത്. ഈ ചാനലുകളിലെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത് എന്ന ചിന്തയും ബോധ്യവുമാണ് NSSനുള്ളത്. അത്തരത്തിലുള്ള ചില തെളിവുകൾ NSSന് ലഭിച്ചിട്ടുണ്ട് എന്നും സുകുമാരൻ നായർ വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് ചാനലുകളുടെ ഇടപെടലിലൂടെ ഈ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുകയും ആ ചാനലുകൾ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. സമുദായത്തിൽ നിന്ന് തന്നെ പ്രതിഷേധങ്ങൾ ജനറൽ സെക്രട്ടറിക്കെതിരെ ഉയരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവം വാർത്തകൾ സൃഷ്ടിച്ചുവെന്ന ബോധ്യം കൂടിയാണ് NSSനുള്ളത്. ആ ബോധ്യം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തമാക്കുന്നത് എന്നും സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ സംഘടനയെ താറടിക്കാനും ഒപ്പം തന്നെ സംഘടനയെ മോശപ്പെടുത്താനും ചില ആളുകൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. ഇതിനു പിന്നിൽ ചില രാഷ്ട്രീയ ശക്തികളുണ്ട്. അവരുടെ പിന്തുണയുടെ പിൻബലത്തിലാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്നും സുകുമാരൻ നായർ തുറന്നു പറയുന്നുണ്ട്. എന്തായാലും അയ്യപ്പ സംഗമത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സംഘടനയുടെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്നും അദ്ദേഹം ഇന്നത്തെ യോഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. യസ്ദ, ശരി, ആഗോള അയ്യപ്പ സംഗമത്തിലെ NSS പിന്തുണയ്ക്ക് പിന്നാലെ സുകുമാരൻ നായർക്കെതിരെ ആക്രമണം നടക്കുന്നു. NSSനുള്ളിൽ തന്നെ എന്ന നിലയിൽ ചില മാധ്യമ വാർത്തകൾ വരികയും ചെയ്തിരുന്നു. ഇതിന് പിന്നിൽ ചില ചാനലുകളാണ്, മാധ്യമങ്ങളാണ് എന്നതുകൂടി പറയുന്നുണ്ട് സുകുമാരൻ നായർ. ഒപ്പം തന്നെ സമദൂരത്തിലെ ശരിദൂര നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു NSS. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.